ഹായ് ഡിയേഴ്സ്, ഹൗ ആർ യു? നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണമെന്ന് പറഞ്ഞു. അതായത് പ്രാക്ടീസ് ആണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഓൺ എക്സ്പീരിയൻസ് ഫോർ യു. എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എന്റെ മകള് ഞങ്ങള് നാട്ടിലായിരുന്നു. ഞങ്ങളിപ്പോ വന്നിട്ട് ഏകദേശം ഒരു 5 months ആയിട്ടേ ഉള്ളൂ. അപ്പൊ എന്റെ മകള് അവിടെ നാട്ടില് ഗവൺമെന്റ് സ്കൂളില് കേരള സിലബസ് 4th വരെ പഠിച്ച ആളാണ്. 4th കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അറിയാലോ, നമ്മള് ഇംഗ്ലീഷിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഏതൊരു സ്കൂൾ ആണെങ്കിലും ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിലും ഇനിയിപ്പോ പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിൽ പോലും നമ്മൾ സ്പോക്കണിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മളെ നാട്ടിലെ സ്കൂളില് സ്പീക്കിങ്ങിന് അങ്ങനെ വല്ലാണ്ട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. ഇനിയിപ്പോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതായത് നമ്മുടെ സ്കില്ല് LSRW എന്നുള്ള സ്കില്ലില് നമ്മൾ L എന്ന് പറയുന്ന ലിസണിങ്ങും S എന്ന് പറയുന്ന സ്പീക്കിങ്ങും ഒഴിവാക്കിയിട്ട് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന മക്കൾക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ക നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ പഠിക്കുന്ന മക്കൾക്ക് അതിന് കഴിയുന്നുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല കേട്ടാ. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് ഒരു നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ അവള് ചെറിയ കുട്ടിയാണല്ലോ, 4ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ, അതും ഒരു സാധാരണ സ്കൂളിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങോട്ട് വരുന്ന സമയത്ത്. ഇവിടെ നമ്മൾ പെർമനന്റ് വിസക്ക് വേണ്ടി വരികയാണ്. ഇവിടെ സ്കൂളിൽ നോക്കണം, അഡ്മിഷൻ കിട്ടിയാൽ എന്താ ചെയ്യുക. എനിക്ക് വർക്കിന് ട്രൈ ചെയ്യാൻ പറ്റൂല. കാരണം അവള് ഇംഗ്ലീഷ് ഒന്ന് ട്രാക്കിലേക്ക് കയറണമെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. അവളുടെ കൂടെ ഇരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെയുള്ള മക്കളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും, ടോക്കിംഗ് ഒക്കെ അടിപൊളി ആയിരിക്കും. അപ്പൊ എന്റെ മോൾ എന്താ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ടെൻഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഇപ്പോ ഒരു 1.5 മാസം 2 മാസത്തോളം ഇപ്പൊ മാക്സിമം പോയ 2 മാസേ ഇപ്പൊ സ്കൂൾ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ വന്നു, സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയത് ഒരു ഇന്റർനാഷണൽ സ്കൂളിലാണ്. അവിടെ ഇന്ത്യൻ സ്കൂൾ അല്ല കേട്ടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ മാത്രമല്ല, പല കൺട്രീസിലുള്ളവർ ഉണ്ടായിരുന്നു. എന്റെ മോളുടെ ക്ലാസ്സിലാകട്ടെ പേരിന് ഒന്നോ രണ്ടോ മലയാളീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനൊരു ക്ലാസ്സിൽ അവള് ചെന്ന് പെട്ടത് എനിക്ക് അത് ഭയങ്കര ലക്കായിട്ട് തോന്നിയിട്ടാ. അതായിരുന്നു അവളുടെ ഇംഗ്ലീഷില് അവൾക്ക് ഈ ഒരു 2 മാസത്തിന്റെ ഉള്ളില് ഉണ്ടായ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അത്രയും ഞാൻ ഹാപ്പിയാണ്. അവളുടെ ഇംഗ്ലീഷ് അവള് സംസാരിക്കാൻ തുടങ്ങി. ഈവൻ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളൊരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ പോലും അവള് ഇംഗ്ലീഷിൽ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അവള് ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാം, നമ്മൾ അതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവള് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ അവളുടെ കുറച്ച് ഇംഗ്ലീഷ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ അവൾ സംസാരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരാം, ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് കേട്ടോ. സോ ഇതാണ് എന്റെ മകള് ഷെസ ഫാത്തിമ. ഹായ് ഷെസ. Hi, Mama. ഹൗ ആർ യു? I'm fine. Okay, can you speak something in English? Yeah, okay. Okay. Then can you share your experience in your new school? Yeah, okay. My school is very beautiful. My teacher is very beautiful and she's very good. Okay. And she teach is very. I care that how to she speak. How was your classmates? Good. I have many friends. All the girls are my friends. Okay. All are my best friends. Okay. How you speak with them? I'm speaking in English. I have only one Malayalam friend. Malayali friends? Yeah. Okay. And I have my best friend is Hanuf. Okay. Then I have many friends. She all are my best friend.
I like all. Okay. Then can you say something about your today? How was today? Good. We are coming the souk. We are coming the bakra souk. Okay, very good. We How was your experience here? good. Then what are the things you see here? The horse and camels. And there are one beach. I play the beach. That is my. Then can you say something about your brother? He is very good, but sometimes he is very bad and fight me. Okay, Naughty boy. naughty boy. Okay, then can you say something about your neighbors? My neighbor is good, but my best friend is going to her country, and What is her name? her name is Adiba. Okay. She come after I have played with her. Okay, okay. Do you like Qatar? Yeah, I like, but I like my country also. Okay. Which do you like most, Qatar or your country, India? India is my family. All are there. Okay. You Here, miss her? Do you miss here her? only our four person. We don't have the friends and we don't have the family, cousins and mommies, grandpa, Okay. grandma. Okay, okay. Can you say something about your grandparents? Grandparents is good. I like my grandfather. She is very good. Grandfather. Grandmother. Okay. Grandmother, I like she also. Then I have my mother, father and grandfather. My father and mother is also good. Do you like them? Yeah. Okay. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ. ഞാനിത് പെട്ടെന്ന് എന്റെ മോളോട് ഞാൻ ഒരു സത്യം പറയാണ്, നിങ്ങള് ഒരു എന്താ പറയാ വെൽ പ്ലാൻഡ് ആയിട്ടോ പ്രിപ്പയർഡ് ആയിട്ടോ ഒന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല അവളടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അവള് ചെറുതാണ്. അവള് ഇത്രയും ഒരു 1.5 മാസം കൊണ്ട് അവൾക്കുണ്ടായ മാറ്റം, ഇംപ്രൂവ്മെന്റ് നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങള് നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ സ്പീക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇംപ്രൂവ് ആയാൽ എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയില്ല എന്ന് വരട്ടെ, നിങ്ങൾ സ്വയം ഒരു ചാൻസ്, നിങ്ങൾ ഒരു സർക്കംസ്റ്റൻസസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ അവിടെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ സംസാരിച്ച് അതിനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് നിങ്ങളുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.